ഹലോ ഫ്രണ്ട്സ്, അപ്പം വീണ്ടും നമ്മൾ ലണ്ടൻ സിറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കാറിലാണ് വന്നത്. കാറിൽ വന്നിട്ട് ഇപ്പം നമ്മൾ ഈ ഫോട്ടോ എടുത്ത സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലണ്ടൻ ഉള്ളിൽ മുഴുവൻ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് എന്താ പറയുക ബസ്സിലാണ്. ലണ്ടൻ ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. കാരണം കാർ കൊണ്ട് ലണ്ടനകത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കൺജഷൻ ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ മാത്രമല്ല പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് D6 എന്ന് പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് നമ്മൾ കനറി വാർഫ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ കനറി വാർഫിൽ പോയി നമ്മൾ മൂത്രമൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയായി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജൂബിലി ലൈനിൽ പോകണം. ജൂബിലി ലൈനിൽ ചെന്നിട്ട് ജൂബിലി ലൈനിൽ നിന്ന് നോർവിച്ച് എന്ന് പറയുന്ന നോർത്ത് ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെയാണ് നമുക്ക് കയറാനുള്ള കേബിൾ കാർ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ നാട്ടിൽ പണ്ട് മലമ്പുഴ ഡാമിലുണ്ടായിരുന്നു, അതുപോലുള്ള ഒരു കേബിൾ കാറാണ്. അപ്പം നമ്മൾ ട്രെയിൻ കയറി. ട്രെയിൻ എനിക്കൊന്ന് ട്യൂബെന്നോ മറ്റെന്തോ പറയുന്നത് ഇതിന്. ഇത് അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. അതായത് നമ്മൾ മേളിൽ കൂടെ അല്ല, നമ്മളെ കൊച്ചി മെട്രോ പോലൊരു സംഭവമാണ്. പക്ഷെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ. ആ ലിഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ലിഫ്റ്റ് അല്ല, നമ്മൾ കുത്തനെ ഇറങ്ങി താഴോട്ട് പോകുക. 4ാമത്തെ നിലയൊക്കെ താഴോട്ട് ഇറങ്ങി പോകും നമ്മൾ. 2ാമത്തെ നില, 3ാമത്തെ നില. എലിസബത്ത് നിലയൊക്കെ എന്ന് പറയുന്നത് 4ാമത്തെ നില താഴെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോർത്ത് ഗ്രീൻവിച്ചിൻ്റെ പെനിൻസുല സ്ക്വയർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയയിലെത്തി. ഇവിടെയാണ് O2 എന്ന് പറയുന്ന വലിയൊരു ഷോപ്പിംഗ് മാളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരുന്ന പിള്ളേർക്ക് കാണാനൊക്കെ ഉള്ള രസം ഓരോ സാധനങ്ങൾ. ക്രിസ്മസിൻ്റെ സമയമായിരുന്നു, ഡിസംബറാണിത് നമ്മൾ കാണാൻ പോയത്. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ലൈറ്റിങ് അതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വിശക്കുന്ന ഫസ്റ്റ് ചെന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് സബ്വേയിൽ കയറിയിട്ട് ഒരു സാൻഡ്വിച്ച് പറഞ്ഞു. അവരുടെ ഒരു സാൻഡ്വിച്ച് 10 പൗണ്ടോ മറ്റോ ചാർജ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടിംഗ് ആണ്, ഇതിൻ്റെ പുറവശമാണ് ഇത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടന്ന് നേരെ ഇനി നമ്മൾ ദൂരെ കാണുന്ന കണ്ടോ കേബിൾ കാർ, IFS ക്ലൗഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം IFS ക്ലൗഡ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ചെന്ന സമയത്ത് ക്യൂ കുറവായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, ആദ്യം പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് വൈഫും കൊച്ചുങ്ങളോട് പോയി ക്യൂവിൽ നിന്നുകൊണ്ടാണ് മുമ്പിലെത്തിയത്. അപ്പം ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അഡൾട്ട്സിന് 12ഉം കുട്ടികൾക്ക് 6ഉം. അപ്പം ഞങ്ങൾ 30 പൗണ്ടിൻ്റെ ആണ് എടുത്തത്. അത് ഫാമിലി ടിക്കറ്റ്. അതായത് 2 അഡൾട്ടിനും 3 കിഡ്സിനും പോകാവുന്നതാണ്. പക്ഷേ നമ്മുടെ ചെറിയ കുട്ടിക്ക് ചാർജ് ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ നോക്കിയാലും 30 പൗണ്ടാണ്. അപ്പം നമ്മൾ 30 പൗണ്ടിൻ്റെ ടിക്കറ്റ് എടുത്തു. അതായത് പോയിട്ട് തിരിച്ചു വരുന്നതിന്. വൺ സൈഡ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 പൗണ്ട് മതി, അതായത് ഇവിടുന്ന് കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങുന്നതിന്. പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റാണ് എടുത്തത്. അപ്പം ഇതാണ് കേബിൾ കാർ. അവിടെ വരുമ്പോൾ അത് സ്ലോ ആവും. അപ്പം നമ്മളവിടെ നിന്ന് അതിനകത്തേക്ക് ചാടി കയറാനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കയറുക, അത് വന്ന് നിർത്തും. അപ്പം നമ്മൾ ഇപ്പോൾ ഇതൊക്കെ അതിനകത്തോട്ട് കയറുക. എന്നിട്ട് ഇത് കേബിളിൽ കൂടെ മൂവായി പോവുകയാണ് മുകളിലേക്ക്. നമ്മൾ ഒരു എന്താ പറയുക ട്രെയിൻ പോലെ തന്നെ, പക്ഷേ ഇത് കേബിളിൽ തൂങ്ങി കിടക്കുന്ന അറിയാമല്ലോ, നിങ്ങളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും. കുട്ടികൾക്ക് ഒരു സന്തോഷം, അതുകൊണ്ട് വേണ്ടിയിട്ട് അവരാദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്താണിത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു യാത്ര എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണാനായിട്ടൊക്കെ പോയി. പക്ഷേ കുറേ നടന്നു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് നടക്കാൻ പറ്റത്തില്ല. ഇളയതിന് പിന്നെ വണ്ടിയിലിരിക്കാം. പക്ഷേ ഇതുണ്ടോ, ഇത് നല്ല ഹൈറ്റിലേക്കാണ് കയറി പോകുന്നത്. നമ്മൾ താഴെ നിന്ന് ആ 2 പില്ലറുകളുണ്ട്. ഇത് തേംസ് നദിക്ക് കുറുകെയാണ് ഈ കേബിൾ കാർ പോകുന്നത്. കയറി അപ്പുറത്ത് ഇറങ്ങുന്നു, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം, തിരിച്ച് വരുന്നു. ഇത് ജസ്റ്റ് ഒരു ലെഷർ എന്നുള്ള രീതിയിലുള്ള, നമ്മൾ ഈ കാണുന്നത് തേംസ് നദിയാണ്. ലണ്ടൻ്റെ ഹൃദയഭാഗത്തുകൂടി, ലണ്ടൻ സിറ്റിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന നദിയാണ് തേംസ് നദി, അറിയാമല്ലോ. അപ്പോൾ ഈ തേംസ് നദിക്ക് വളരെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നദിയും കൂടിയാണ്. അതിൻ്റെ കുറുകെയാണ് മിക്കവാറും എല്ലാ പാലങ്ങളും. ഇപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എല്ലാം അതിന് കുറുകെയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ കിടക്കണം. ചെറുതല്ല, ആക്ച്വലി അടുത്ത് ചെല്ലുമ്പോൾ വലുതായിരിക്കും. പക്ഷേ ഇതിൻ്റെ മേളിൽ നമ്മൾ അത്രയും ഹൈറ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അത്രയും ഹൈറ്റ് കൂടെ നമ്മൾ തെളിഞ്ഞ നല്ല ക്ലൈമറ്റ്, നല്ല ദിവസമായിരുന്നു. 10-12 ഡിഗ്രി എങ്ങാണ്ടായിരുന്നു തണുപ്പ്. പക്ഷേ മഴയൊന്നും കാര്യമായിട്ട് പെയ്യാഞ്ഞത് കൊണ്ട് നല്ല സുഖമായിട്ട് പോയി വരാൻ പറ്റി. അപ്പം ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ശരിക്കും അത് കണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ലണ്ടനിലൊക്കെ വന്നിട്ട് നമ്മൾ ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങൾ കാണാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ സാറ്റർഡേയ്സിൽ, കുട്ടികൾക്ക് അവധി ആയതുകൊണ്ട് സാറ്റർഡേയ്സിൽ നമ്മൾ ലണ്ടൻ കാണാനായിട്ട് അടുത്തായതുകൊണ്ട് പോകാറുണ്ട്.
അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പകർത്തി ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഒരു ദിവസമാണിത്, ലണ്ടനിൽ പോകുമ്പോഴുള്ള നമ്മുടെ ഒരു ദിവസം. അപ്പം ഇത് കേബിൾ കാറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാത്രമല്ല ഈ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് നമ്മളുടെ ഒരു ഓർമ്മ കൂടിയാണ്. നിങ്ങളും കാണുന്നു. ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കും എടുത്ത് കാണാം. നമ്മളും യു കെയിലുണ്ടായിരുന്ന സമയത്ത്, നമ്മൾ നാളെ ഇവിടെ ഉണ്ടാവില്ല നമുക്കറിയത്തില്ല, എങ്കിലും യു കെയിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു ഓർമ്മ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയോ വരുമാനത്തിന് വേണ്ടിയോ ഒന്നും അല്ല. നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാം, ആകെ 600 സബ്സ്ക്രൈബേഴ്സോ മറ്റോ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം എൻ്റെ ഒരു ഓർമ്മകളായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സൂക്ഷിക്കുന്നത്. അപ്പം അത് പോട്ടെ. അപ്പം നമ്മുടെ രണ്ടാമത്തെ പാലത്തിലേക്ക്, അല്ല തൂണിലേക്ക്, രണ്ടാമത്തിലല്ല 3 പില്ലറുണ്ടല്ലേ, 3ാമത്തെ പില്ലറിലേക്കാണ് നമ്മൾ എത്തുന്നത്. 2ാമത്തെ പില്ലറിലെത്തി, പിന്നെ 3ാമത്തെ പില്ലർ. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്നുള്ള ഒരു ഫുൾ കാഴ്ചയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ബാക്കി കേബിളൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ, നല്ല വണ്ണമുള്ള കേബിളാണ്. കാരണം ഇത്രയും ഈ സാധനം പോകുന്നില്ലേ, ഓരോ എന്താ പറയുക, ക്യാബിനിലും ഓരോ ഫാമിലീസിനെയാണ് വരുന്നത്. ചിലപ്പം ഒരാളും ഒരു കുട്ടിയും ഉണ്ടെങ്കിലും അവരെ ഒറ്റയ്ക്കായിരിക്കും വിടുന്നത്, അല്ലാതെ മൾട്ടിപ്പിൾ ആൾക്കാരെ അത് ഇങ്ങനെ മിക്സായിട്ടൊന്നും കയറ്റി വിടാറില്ല. നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ മാത്രം, വേറെ ആരെയും അതിനകത്തോട്ട് അങ്ങനെ അവർ ഫോഴ്സ് ചെയ്ത് കയറ്റി വിടാറില്ല. നിങ്ങൾ സിംഗിളായിട്ട് കയറി പോവാം. അപ്പം അങ്ങനെ കണ്ടു എടുക്കുന്നല്ലേ മിക്കവാറും പേര് ഫോട്ടോ വീഡിയോ നമ്മുടെ IFS ക്ലൗഡ് എന്ന് പറയുന്ന കേബിൾ കാറിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. 30 പൗണ്ടാണ് ഫാമിലി ടിക്കറ്റ്. അതായത് 2 അഡൾട്ട്സിനും 3 കിഡ്സിനുമാണ്. പക്ഷെ നമുക്ക് കിഡ്സ് കുറവായതുകൊണ്ട് 30 പൗണ്ട്, കൂടിയാലും കുറഞ്ഞാലും. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ, 12 വയസ്സ് വരെ കണ്ട് ചാർജസ് ഉണ്ട്, ഹാഫ് ചാർജ്. അഡൾട്ട്സിന് 12 പൗണ്ട്, മൊത്തം 30 പൗണ്ട്. ഞങ്ങൾ ഫാമിലി ടിക്കറ്റ് എടുത്താലും ഇൻഡിവിജ്വലായിട്ട് എടുത്താലും 30 പൗണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ലാൻഡിങ്ങിനാണ്. അവിടെ ലാൻഡിങ്ങിന് അങ്ങനെ അവിടെ വേണേൽ നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേണേൽ അപ്പുറത്ത് പോവാം. പക്ഷെ നമ്മളവിടെ ഇറങ്ങുന്നില്ലല്ലോ. ആ, നല്ല താഴെ കൂടെ ട്രെയിൻ പോകുന്ന കാണാം. ഫുൾ വ്യൂ ആണ്. ഞാൻ പിന്നെ ഈ കമ്പി കണ്ടോ, ഈ കമ്പി കഴിഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും ഇവിടുന്ന് പുഷ് ചെയ്ത് അങ്ങോട്ട് വിടും. ഈ കമ്പിയിലോട്ട് പിന്നെ കയറുന്നത്. ഇത് പുതിയ വേറെ കേബിളാ, മറ്റേത് വേറെ കേബിളാ. കണ്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്പീഡിലാണ് പോകണ്ടോ, നല്ല സ്പീഡിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോവാ. ഓ, അങ്ങനെ നമ്മള് താഴെ തേംസ് നദി, എന്താ ബിൽഡിങ് ഇവിടെ നല്ല ബ്ലൂ കളറാണ്. അപ്പോൾ ഈ 2 പില്ലറാണ് അപ്പുറം ഇപ്പുറം വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ജെറ്റൊക്കെ പോകുന്നുണ്ടോ. ഇവിടുത്തെ ആകാശത്തിൽ എപ്പോഴും അങ്ങ് ഫ്ലൈറ്റുകളുടെ ബഹളം അല്ലേ, ഫുൾ ടൈം ഫ്ലൈറ്റാണ്. എന്തെങ്കിലും ടൈപ്പിലെ ഫ്ലൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എതിലേക്കൂടെ നടന്നു വന്നത് അപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് ആ സ്റ്റേഡിയം കണ്ടോ, അവിടെയാണ് സ്റ്റേഷൻ. O2 എന്ന് പറയുന്നത് എന്തോ ഈ ഗെയിമിന്റെ പരിപാടി എന്തോ തോന്നുന്നു. ഗെയിം കളിക്കുന്ന എന്ത് സാധനം. അതുകൊണ്ട് മെട്രോ പോകുന്നുണ്ട് താഴേക്കൂടെ. അപ്പൊ നമ്മുടെ ഈ 2 പൈലൂടെ കയറി 2 പില്ലറുടെ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ സ്ഥലമായി. ലണ്ടന്റെ അപ്പുറത്തെ സൈഡ്, ഇപ്പുറത്തെ സൈഡ്. നീ കാണണമെങ്കിൽ ഇവിടെ ഇരുന്ന് കാണ്. ഇപ്പൊ നമ്മൾ ഇറങ്ങും വെളിയില്. പിന്നെന്താ, അപ്പുറത്തെ കൂട്ട് തന്നെ ഇപ്പുറം അല്ലേ ലാൻഡിങ്ങിന്റെ ഭാഗം. അവിടെ അപ്പുറത്തെ സൈഡിൽ ഊരി കൊടുക്കുക. ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ട തേംസ് നദിയുടെ കളർ ബ്ലൂ ആയി. അപ്പുറത്ത് ചെന്നപ്പോ ഒരുമാതിരി ചെളിവെള്ളം പോലെ ആയിരുന്നു അല്ലേ, നല്ല ബ്ലൂ കളർ. കടൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണോ. ഇതാണ് ലാൻഡിങ് ക്ലാം. ലാൻഡിങ് നമ്മൾ ഇറങ്ങുന്നില്ല, ഇവിടുന്ന് കറങ്ങി അങ്ങ് പോവാ. ഇവിടെ ഇറങ്ങുന്ന ആൾക്കാരുണ്ടെന്ന്, പക്ഷേ ഇവിടുന്ന് കയറുന്ന ആൾക്കാരും കാണും ചിലപ്പോൾ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ടിക്കറ്റ് അവർ കാണിക്കണമെന്ന് പറയുമായിരിക്കും. ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും മാള് ഇത് കാണിക്കണേ, ചോദിക്കുവാണെങ്കിൽ
ആ കാണിച്ചാലും മതി. ഇല്ല ഇല്ല ഇല്ല, നല്ല കാറ്റാ. അത് വീഡിയോ ക്രിസ്മസ്. നല്ല കാറ്റല്ലേ, നല്ല കാറ്റുണ്ട്. ഓ കാറ്റടിക്കുന്ന കാറ്റ് ഭയങ്കരമായിട്ടുണ്ടേ, നന്നായിട്ട് ആടുന്നുണ്ട്. നിങ്ങൾ ചെല്ല നോക്കുന്നുണ്ടോ? അവിടെ ചെന്ന് കഴിയുമ്പോ അതങ്ങ് സ്ലോ ആവും. താഴെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇത് സ്ലോയില് ഇറങ്ങുന്ന കണ്ട, ഗ്രിപ്പൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ ചുമ്മാ ചാടി പിടിച്ച് അങ്ങ് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ഇറങ്ങുന്നത്. അവിടെ കാർ പാർക്കിംഗ് പക്ഷെ ഭയങ്കര പൈസ. ഇന്നലെ നോക്കിയിരുന്നു, O2 പാർക്കിംഗ് അവിടെ ഭയങ്കര പൈസയാ, 50 പൗണ്ടൊക്കെയാ. മറ്റേതിപ്പോ നമ്മൾ ഇട്ടേക്കുന്നത് നല്ലതല്ലേ, 7 പൗണ്ടല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ എടുത്തോളാം. നിങ്ങളങ്ങ് ഇറങ്ങിയാൽ മതി, ഞാൻ എടുത്തോളാം. നമ്മൾ ഇങ്ങോട്ടായിരിക്കും ഇറങ്ങുന്നത്, ഈ സൈഡിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റ് നിലത്ത് ഇറങ്ങുന്ന പോലെ ആണ്ട. ഓ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ IFS ക്ലൗഡിൽ നിന്ന് ഇറങ്ങി അവിടെ താഴെയുള്ള ലിഫ്റ്റ്, നമുക്ക് ട്രോളി ഉള്ളതുകൊണ്ട് ലിഫ്റ്റ് വഴി പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തിരിഞ്ഞ് നമ്മൾ വീണ്ടും ആദ്യ സ്റ്റേഷനിലേക്ക്, അതായത് പെനിൻസുല സ്ക്വയർ എന്ന് പറയുന്ന ആ ഗ്രൗണ്ടിലെത്തി. അവിടെയാണ് O2 എന്ന് പറയുന്ന ഷോപ്പിംഗ് മാൾ ഉള്ളത്. അപ്പോൾ ഈ ഷോപ്പിംഗ് മാളിനകത്ത് അതിൻ്റെ ഗ്രൗണ്ടാണിത്. വലിയൊരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്, പുറത്തുമുണ്ട് അകത്തുമുണ്ട്. ഇത് ഈ O2 എന്ന് പറയുന്നതിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല, എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം അതിനകത്തുണ്ട്. എല്ലാ ടൈപ്പിലെ ഷോപ്പുകളും ഇതിനുള്ളിലുണ്ട്. ഗെയിമിംഗ് സെൻറ്ററുകൾ, സിനിമകൾ, നമ്മൾ ഒരു ഗൾഫിലേക്ക് ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൽ എന്തൊക്കെയുണ്ട് അതെല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള വഴിയിലാണ് പോയത്. അവിടെയാണ് മൊത്തം റെസ്റ്റോറൻറ്റ്. പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുള്ളാണ്. അവിടുത്തെ വിസിറ്റേഴ്സ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏഷ്യൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അവിടെ സഞ്ചാരികളായിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള മാളുകളിൽ വരുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സഞ്ചാരികളുണ്ട്, അവരുമുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നടന്ന് എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുള്ളാണ്. ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ലൈഫ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ലണ്ടനിൽ വന്നാൽ മതി. കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകൾ, എന്തെല്ലാം ടൈപ്പിലെ റെസ്റ്റോറൻറ്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള ലോകത്തെ എല്ലാ തരത്തിലുമുള്ള ഡിഷുകൾ. ഇത് എന്താ ചോക്ലേറ്റ് അല്ല, സ്ട്രോബെറി ചോക്ലേറ്റ് ക്രീം അങ്ങനെ എന്താ ഉണ്ടാക്കുകയാണ്. പരമാവധി ആളുകളെ എടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. കാരണം ഈ പ്രൈവസിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടമല്ല അവരുടെ മുഖം നമ്മൾ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകളെ ഒഴിവാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊക്കെ കട്ടായി പോകുന്നത്, ഞാൻ പൂർണ്ണത്തിൽ എത്താതെ പോകുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി നമ്മളെ മാത്രം ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. മറ്റാളുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട് പരമാവധി. അപ്പോൾ ഇതതിൻ്റെ ഒരു കുറവാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് നമ്മൾ നോർത്ത് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കയറുന്നു. സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്, സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇതാണ് ട്യൂബ്. ഈ വന്നിരിക്കുന്ന ട്രെയിൻ ഓരോ മിനിറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ സാധനം വന്നുകൊണ്ടിരിക്കുക ട്രെയിനുകളെ. നമ്മളൊരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ 1 മിനിറ്റൊന്നും അതിനും കൂടുതൽ ട്രെയിനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് കനറി വാർഫിൽ ഇറങ്ങി. കനറി വാർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി പോലെ ഇരിക്കുന്നത്. ബാത്റൂമിലോട്ട് പോകുന്ന വഴി ഇത് കണ്ട എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി. നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട് എങ്ങനെ ഇരിക്കുന്നു അതുപോലെയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ട്രാൻസിറ്റിനൊക്കെ ഇറങ്ങുന്നത് അതുപോലെയാണ് കനറി വാർഫിലെ ഈ സ്റ്റേഷൻ. അതിനകത്ത് വലിയ ഷോപ്പിംഗ് മാളും ഒക്കെയാണ് കേട്ടോ ബിൽഡിങ്. അവിടെ നമ്മൾ പാഡിങ്ങൻ സ്റ്റേഷൻ ഇറങ്ങി. പാഡിങ്ങൻ സ്റ്റേഷനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ബട്ടർഫ്ലൈ ട്രെയിൽ എന്ന് പറയുന്ന സാധനം കണ്ടത്. ഇപ്പോൾ കുറേ ലൈറ്റിംഗ് കാണാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്. അപ്പോൾ നടന്നു വന്ന വഴിയാണ് ചവിട്ടിക്കൊണ്ട് സൈക്കിൾ പോലെ ചവിട്ടി ഓടിക്കൊണ്ട് പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഇത് ഞാൻ വീഡിയോയിലൊക്കെ ഇൻസ്റ്റയിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. കാരണം ലണ്ടനിൽ ലെയ്സ്റ്റർ സ്ക്വയറിൻ്റെ ആ ഏരിയയിലാണ് ഞാൻ ഈ കണ്ടത്. നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കസേര കണ്ടോ, അതിൻ്റെ താഴെ പെഡലുണ്ട്.
ആ പെഡലെ നിങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനും ഉള്ള സാധനങ്ങളും അതിനകത്ത് ആൾ തരും. ഫ്രണ്ടിൽ ഇരിക്കുന്ന അയാൾ ഡ്രൈവറാണ്. ഡ്രൈവർ വിത്ത് എന്താ പറയുക സെർവിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീറ്റ് ടോസ്റ്റ് ഇൻ ലണ്ടൻ, അതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അങ്ങനെ അങ്ങ് നടന്നു പോകുന്ന വഴി കാണുന്നതാണ് ഹാരി പോട്ടറിൻ്റെ ബിൽഡിംഗ്. ഇവിടെ ഒന്ന് കയറണം. ഇവിടെയൊക്കെ ഭയങ്കര പൈസയാണെങ്കിൽ നമുക്ക് പിന്നീടൊരു ദിവസം കയറണം. കാരണം ലണ്ടനിൽ നമ്മൾ മുഴുവൻ നടന്ന് കാണുക എന്നുള്ളതാണ്. ലണ്ടനിൽ നമ്മൾ കാറിലോ ബസ്സിലോ അല്ലെങ്കിൽ മറ്റോ ഒന്നും നടക്കത്തില്ല. ബസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് നടക്കാം. അപ്പം ഈ സ്ട്രീറ്റിൽ കൂടെ ഞാൻ നടന്നപ്പോൾ കണ്ടാണ് വരച്ച് കൊടുക്കുന്നവർ, പാട്ട് പാടുന്നവർ, പിന്നെ മിമിക്രി കാണിക്കുന്നവർ, എന്താ പറയുക കോമഡി അവതരിപ്പിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ പടം വരയ്ക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഒന്ന് കണ്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. നമ്മൾ ഏത് സ്ട്രീറ്റായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇത് കണ്ടോ ലൈറ്റിങ്, സൈക്കിള്. അപ്പം അങ്ങനെ സൈക്കിൾ, അത് എനിക്കൊന്ന് 20 പൗണ്ടാണ് മിനിമം ചാർജ്. ആ സൈക്കിളെ നമുക്ക് കയറി പോകുന്നത്. നമ്മുടെ നാട്ടിലെ സൈക്കിൾ റിക്ഷ എന്ന് പറയില്ല, പക്ഷേ അത് ഇവിടെ ഇലക്ട്രിക് സൈക്കിളാണ്. ഈ ലൈറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ ഓരോരുത്തരെടുത്തിട്ട് കാണുന്നത്. അവിടെ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഈ തിരക്കിനിടയ്ക്ക് ഇവിടെ കൊച്ചിൻ്റെ വണ്ടിയൊക്കെ ഒന്തിക്കൊണ്ട് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞങ്ങൾ പോയി. അത് അവിടെ എല്ലാം നടന്ന് കണ്ട് അന്നത്തേക്ക് പിട്ടുകൾ കുഴഞ്ഞു. സമയം എന്താണെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തന്നെ 4-5 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ഇരുട്ടാണ്. അറിയാമല്ലോ ഇവിടെ 4 മണി കഴിഞ്ഞാൽ ഇപ്പം വിൻ്റർ സീസണിൽ നല്ല ഇരുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു റീജൻറ്റ് സ്ട്രീറ്റാണെന്ന് തോന്നിയത്. റീജൻറ്റ് സ്ട്രീറ്റ്, പിക്കാഡിലി സർക്കസ്, ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് വരുന്ന റോഡുകൾ അവിടെ എല്ലാം. ഇവിടെ എല്ലാം നമ്മൾ നടന്ന് പോയതാണ്. ഒരു ഹമ്മറിൻ്റെ ഈ കാറൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഈ ഹമ്മർ എന്ന് പറഞ്ഞ ഒരു വണ്ടി. ഇതിൻ്റെ നീളം കണ്ടോ നിങ്ങൾ? സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന സൈക്കിൾ കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു 20 പൗണ്ടാണ് ഒരാൾക്ക് കയറുന്നതിന്. പിന്നെ ഈ ചെറിയ വണ്ടി പോകുന്നുണ്ടോ, ഇതിലും നമുക്ക് ഈ ലണ്ടൻ സിറ്റിക്കകത്ത് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിനും ചാർജ് ഉണ്ട്. നിങ്ങളുടെ പുറകെ ഇരിക്കുന്നത് വിസിറ്റേഴ്സാണ്, കണ്ടോ, അവർ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നത്. ഇതിനകത്ത് കറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഇതിനുള്ളിലുണ്ട്, ഈ ലണ്ടൻ സിറ്റിക്കുള്ളിലുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ, നമ്മൾ പലതും ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് റീജൻറ്റ് സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. റീജൻറ്റ് സ്ട്രീറ്റാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെ പലതരത്തിലുള്ള ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പിക്കാഡിലി സർക്കസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ വഴികളും ഇത് തന്നെ ലൈറ്റിങ്. ഇപ്പോൾ ഈ ജനുവരി 5 കൂടി എല്ലാ ലൈറ്റിംഗ് എല്ലാം അവർ മാറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ എല്ലാ ആഴ്ചയും പോകും കേട്ടോ. പിള്ളേർക്ക് കാണണ്ടേ പുതിയ പുതിയ സ്ഥലങ്ങൾ. ഒരു ദിവസം നമുക്ക് ഒരു ഐറ്റം, അതായത് ഒരു സ്ഥലം മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിള്ളേർക്ക് വിശക്കുന്നു, നമുക്ക് പറ്റിയ ആഹാരം ഇതൊക്കെയുള്ളൂ. ഷവർമ, ഒരു ഷവർമയുടെ വില എനിക്കൊന്ന് 8.5 പൗണ്ടോ മറ്റോ ആണ്. അപ്പോൾ ഞങ്ങൾ 2 ഷവർമ വാങ്ങിച്ചു. അവിടെ നമ്മൾ തിരിച്ച് വീണ്ടും എവിടെ വന്നു, നമ്മൾ പോകാനുള്ള പാഡിങ്ടൺ സ്റ്റേഷനിൽ വന്നു. പാഡിങ്ടൺ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും എവിടെ പോകേണ്ടത്, നമുക്ക് കനറി വാർഫ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കനറി വാർഫിൽ പോകണം. അധികം സമയമൊന്നും ആയിട്ടില്ല. നമുക്ക് 8:30 വരെ 9:30 വരെയാണ് വണ്ടിയുടെ പാർക്കിംഗ് ടൈം. അതിന് മുമ്പായിട്ട് അവിടെ എത്തണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ എസ്കലേറ്റർ എന്ന് പറയുന്നത് കുത്തനെ, അതായത് 4 നില മുകളിലേക്ക് നമ്മൾ കയറി പോകണം. അപ്പോൾ കുത്തനെ കിടക്കാൻ മുകളിലോട്ട്. അതും ഇത് നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണ എസ്കലേറ്റർ പോലെ പെതുക്കിയല്ല പോകുന്നത്, നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ ചാടി കയറിക്കണം എന്ന് വെച്ചാൽ നമ്മൾ മറിഞ്ഞ് വീഴുമൊന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ അങ്ങനെ വീഴുമൊന്നുമില്ല. നല്ല നൈസായിട്ട് കയറി പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇത് ഇന്നത്തെ യാത്ര തീർന്നു.